My wish, obviously, is to beat France. We're all together until the 19th, and we're going after them. I dream of celebrating my birthday here with you all at the World Cup and thanking you for everything you've done for me during this time. And tomorrow we're going to win. ലാമിൻ യമാൽ 19 വയസ്സ്, വിക്ടർ മുനസ് 23 വയസ്സ്. രണ്ട് സ്പാനിഷ് താരങ്ങളുടെ പിറന്നാളാഘോഷമാണ് കണ്ടത്. ലോകകപ്പിലെ നിർണായക മത്സരം സെമി ഫൈനൽ, അതും ഫ്രാൻസിനെതിരെ. അതിനു മുമ്പായിരുന്നു കേക്ക് മുറിച്ചുള്ള രണ്ടുപേരുടെയും ഒരേ ദിനത്തിലെ ബർത്ത്ഡേ ആഘോഷം ടീം സ്പെയിൻ ഒരുമിച്ച് ആഘോഷിച്ചത്. ബർത്ത്ഡേ ഗിഫ്റ്റായി രണ്ടുപേർക്കും ജയം സ്വന്തമാക്കാൻ കഴിയുമോ ഫ്രാൻസിനെതിരെ? കാത്തിരിക്കാം. സ്വാഗതം ഫുട്ബോളത്തിലേക്ക്. ലോകകപ്പിലെ ആദ്യ സെമി ഫൈനലിൽ ഇന്ന് ഫ്രാൻസും സ്പെയിനും ഏറ്റുമുട്ടാൻ പോവുകയാണ്. ഫൈനലിന് മുമ്പുള്ള ഫൈനൽ എന്ന വിശേഷണത്തോടു കൂടിയാണ് യൂറോപ്പിലെ കരുത്തന്മാർ മുഖാമുഖം എത്തുന്നത്. സമീപകാല നോക്കൌട്ട് പോരാട്ടങ്ങളിൽ ഫ്രാൻസിനെ വീഴ്ത്തിയതിന്റെ ആത്മവിശ്വാസമുണ്ട് സ്പാനിഷ് ടീമിന്. രാത്രി 12:30 ഡാലസിലാണ് കിക്ക് ഓഫ്. ഡാലസ് സ്റ്റേഡിയം ഒരു അതിഗംഭീര പോരിനുള്ള ഒരുക്കത്തിലാണ്. യൂറോപ്യൻ ചാമ്പ്യന്മാരായ സ്പെയിനെ മറികടക്കാനെത്തുന്നത് ലോകകപ്പിലെ നിലവിലെ റണ്ണേഴ്സപ്പായ ഫ്രാൻസ്. ദ്വിതീയ ദശാംശത്തിന്റെ ഫ്രഞ്ച് പടയ്ക്ക് ലക്ഷ്യം തുടർച്ചയായ 3ാം ലോകകപ്പ് ഫൈനലാണ്. പരുക്കിന്റെ ചെറിയ ആശങ്കകളുണ്ട് ഫ്രാൻസിന്. ഷുവാമിനെയും മനുക്കോനെയും ഉപമെക്കാനോയും ചെറിയ പരുക്കുകളുടെ പിടിയിലാണ്. കിലിയൻ എംബാപ്പയുടെ ഗോൾ ദാഹമാണ് ഫ്രാൻസിന്റെ ബലം. ഗോൾഡൻ ബൂട്ട് ഉറപ്പാക്കാനുള്ള പാച്ചിലാണ് ആ സൂപ്പർ താരം. ആക്രമണവും ഞൊടിയിടയിലെ കൗണ്ടർ അറ്റാക്കുമാണ് ഫ്രാൻസിനെ ഭയപ്പെടേണ്ട ടീമാക്കി മാറ്റുന്നത്. ഈ ലോകകപ്പിൽ 16 ഗോളുകളാണ് ഫ്രഞ്ച് പട വലയിൽ കയറ്റിയത്. വഴങ്ങിയത് 2 എണ്ണം മാത്രം. എംബാപ്പെ, ഒലീസെ, ഡെംബെല്ലെ എന്നിവർ സ്പാനിഷ് പ്രതിരോധത്തിന് വലിയ വെല്ലുവിളി ഉയർത്തും. പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീങ്ങിയാൽ ഫ്രാൻസ് കരുത്തു കാട്ടുമെന്നാണ് പ്രവചനങ്ങൾ. ഭദ്രമായ പ്രതിരോധ കോട്ടയുമാണ് സ്പെയിൻ ടൂർണമെന്റിൽ മുന്നേറിയത്. ബെൽജിയത്തിനെതിരായ ക്വാർട്ടറിലാണ് ആദ്യമായി ഗോൾ വഴങ്ങിയത് പോലും. ഗോൾ കീപ്പർ ഉനൈ സിമോണിന് കരുത്താകുന്നത് ലപ്പോട്ടും കുബാർസിയും പെഡ്രോ പോറോയും കുക്കുറയും ചേർന്നുള്ള ഉരുക്കുകോട്ടയാണ്. ക്യാപ്റ്റൻ റോദ്രി മധ്യനിരയിൽ കെടാക്കനലാണ്. ഡാനി ഓൾമോ ഒയർസബാൽ സഖ്യത്തിനൊപ്പം റൈറ്റ് വിങ്ങിലെ ലാമിൻ യമാലിന്റെ നൃത്തം കൂടിയാകുമ്പോൾ ഫ്രഞ്ച് ഡിഫൻസ് ആദ്യമായി ഒന്ന് പരുങ്ങും. ഫ്രാൻസ് തങ്ങളെയാണ് പേടിക്കേണ്ടത്. അവരെ ഞങ്ങൾക്ക് ഭയമില്ല എന്ന് ആദ്യ വെടിപൊട്ടിച്ചതും യമാലാണ്. കഴിഞ്ഞ യൂറോ കപ്പ് സെമിയിലും നേഷൻസ് ലീഗിലും ഫ്രാൻസിനെ പരാജയപ്പെടുത്തിയപ്പോൾ യമാലിന്റെ ഗോളടി മികവുണ്ടായിരുന്നു. പ്രവചനങ്ങളിൽ മുഴുവൻ ഫ്രാൻസിനാണ് മുൻതൂക്കം. ഈ ടൂർണമെന്റിൽ അവർ കളിച്ചു വന്ന വഴി തന്നെ അതിനുള്ള കാരണം. പക്ഷേ ഇത് ഫുട്ബോളാണ്. ലോകകപ്പിന്റെ സെമി ഫൈനലാണ്. ഡാലസിൽ വിസ്മയം പ്രതീക്ഷിച്ച് കാത്തിരിക്കാം. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. ഫ്രാൻസ് സ്പെയിൻ സെമി ഫൈനലിൽ അരങ്ങേറുമ്പോൾ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള പോരാട്ടങ്ങളുടെ ചരിത്രം അത് വീണ്ടും ചർച്ചയാവുന്നുണ്ട്. ഇതുവരെയുള്ള മത്സരഫലങ്ങളിൽ സ്പെയിനാണ് മുൻതൂക്കം. എന്നാൽ രാജ്യാന്തര വേദികളിൽ, ടൂർണമെന്റുകളിൽ കൃത്യമായിട്ടുള്ള മുൻതൂക്കം ഫ്രാൻസിനാണ്. സൗഹൃദ മത്സരങ്ങൾ ഉൾപ്പെടെ 38 തവണയാണ് ഇരു രാജ്യങ്ങളും ഏറ്റുമുട്ടിയിട്ടുള്ളത്. ഇതിൽ 18 തവണ സ്പെയിൻ ജയിച്ചപ്പോൾ 13 തവണയാണ് ഫ്രാൻസിന് ജയം സ്വന്തമാക്കാനായത്. 7 മത്സരങ്ങൾ സമനിലയിൽ കലാശിച്ചു. 1929 സൗഹൃദ മത്സരത്തിൽ സ്പെയിൻ 8-1 ജയിച്ചതാണ് അവരുടെ പടുകൂറ്റൻ ജയം. ആകെ വിജയങ്ങളിൽ സ്പെയിൻ മുന്നിലാണെങ്കിലും ഫിഫയും യുവേഫയും സംഘടിപ്പിച്ച മത്സരങ്ങളിൽ വ്യക്തമായ മുൻതൂക്കം ഫ്രാൻസിനാണ്. രാജ്യാന്തര വേദികളിലെ 12 മത്സരങ്ങളിൽ 6 ഫ്രാൻസ് ജയിച്ചപ്പോൾ സ്പെയിനിന് 4 തവണ മാത്രമാണ് ജയിക്കാൻ കഴിഞ്ഞത്. എന്നാൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സ്പെയിൻ നേടിയ 4 ജയങ്ങളും ഈ നൂറ്റാണ്ടിലായിരുന്നു എന്നതാണ്. സൗഹൃദ മത്സരങ്ങളിൽ ഉൾപ്പെടെ 2000-ന് ശേഷം 12 തവണ ഏറ്റുമുട്ടി ഇരു രാജ്യങ്ങളും. ഇതിൽ 8 തവണ സ്പെയിനാണ് വിജയിച്ചത്. അവസാനമായി 2 ടീമുകളും ഏറ്റുമുട്ടിയത് യൂറോ കപ്പിന്റെയും നേഷൻസ് ലീഗിന്റെയും സെമി ഫൈനലുകളിലാണ്. ആ 2 മത്സരങ്ങളിലും സ്പെയിനാണ് വിജയം കണ്ടത്. അങ്ങനെ 2 കിരീടമോഹങ്ങളാണ് സ്പെയിൻ തകർത്തത്.
ആ 2 സെമി വിജയങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു സെമി ഫൈനലിലാണ് നേർക്കുനേർ വരുന്നതെന്നത് കൗതുകമാണ്. പക്ഷേ ഇക്കുറി ആര് ജയിക്കുമെന്ന് പ്രവചിക്കുക പ്രയാസമാണ്. ലാമിൻ യമാലിന്റെ ഗോളടി മികവ് ഈ സെമിയിലും ഉണ്ടാകുമോ എന്നും കാത്തിരിക്കാം. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. പരിശീലകൻ എബിൻ റോസ്, ഒപ്പം ഫുട്ബോൾ കമന്റേറ്റർ അനലിസ്റ്റ് ജോസഫ് ജോർജ്, രണ്ടുപേരും നമ്മോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ആദ്യം രണ്ടുപേർക്കും സ്വാഗതം ആശംസിക്കുന്നു പറയുന്നു. എബിൻ റോസിലേക്ക് ആദ്യം. എബിൻ, അങ്ങനെ നമ്മൾ കാത്തിരുന്ന സെമി ഫൈനൽ പോരാട്ടങ്ങളിലേക്ക് എത്തുകയാണ്. ഇനി മണിക്കൂറുകളുടെ ദൈർഘ്യം മാത്രമാണ് ആ സെമി പോരാട്ടത്തിന് കിക്ക് ഓഫ് ആകാൻ. ഡാലസിൽ ഇന്ന് ഫ്രാൻസും സ്പെയിനും ഏറ്റുമുട്ടുന്നു. ലാമിൻ യമാൽ പറഞ്ഞതുപോലെ ഞങ്ങൾക്കല്ല പേടി, അവരാണ് ഭയക്കേണ്ടതെന്ന്. ഒരുപക്ഷെ സമീപകാല ഫോമിൻ്റെയും സമീപകാല മത്സരങ്ങളുടെയും കണക്ക് വെച്ചായിരിക്കും ആ 19 വയസ്സുകാരൻ്റെ ധീരമായിട്ടുള്ള പ്രഖ്യാപനം. ആ ഒരു പേടി ഉണ്ടാവുമോ ഫ്രാൻസിന്? തീർച്ചയായിട്ടും ഫ്രാൻസ് സ്പെയിനെ പേടിച്ചേ മതിയാവും. എസ്പെഷ്യലി ബോൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ റിക്കവറി ചെയ്ത് ബോൾ തിരിച്ചു പിടിക്കാൻ കാണിക്കുന്ന സ്പെയിന്റെ ആർജവം. അപ്പോ തീർച്ചയായിട്ടും ഫ്രാൻസിന്റെ ഡിഫൻസിൽ കുറച്ചധികം പ്രശ്നങ്ങളുണ്ട്. പക്ഷെ എതിർ ടീമിന്റെ സ്ട്രെങ്ത് അതിനനുസരിച്ച് ഇല്ലാത്തത് കൊണ്ട് തന്നെ പരീക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. മറുവശത്ത് നമുക്കറിയാം, എംബാപ്പെ, ഒലീസെ, ഡെംബാലെ അടക്കമുള്ള ഒരു കൂട്ടുകെട്ട്, റാബിയോട്ടും കോണയും തമ്മിൽ ഡിഫൻസീവ് മിഡ്ഫീൽഡ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ഫോർമേഷൻ. ആ ഫോർമേഷനില് തീർച്ചയായിട്ടും മധ്യനിരയില് ഒരു ചെറിയൊരു മേധാവിത്യം സ്പെയിൻ പിടിച്ചെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫ്രാൻസിന് ഭയക്കേണ്ടതുണ്ട്. ലമീൻ യമാൽ പറയുന്നതിൽ കാര്യമുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ ലമീൻ യമാൽ തന്റെ സ്വതസിദ്ധമായ ഡ്രിബ്ലിംഗ് ശൈലിയിലോട്ട് വന്നു. നിക്കോ വില്യംസ് പരിക്കുമാറി വന്നതിന്റെ ഒരു ലക്ഷണവും കാണുന്നുണ്ട്. ഇത് തീർച്ചയായിട്ടും ഫ്രാൻസിന് അപകടം തന്നെയാണ്. പ്രത്യേകിച്ചും ബോൾ റിക്കവറി ടൈം 12 അല്ലെങ്കിൽ 15 സെക്കൻഡിനുള്ളിൽ ബോൾ തിരികെ പിടിക്കുന്ന സ്പെയിന്റെ ഒരു ശൈലി തീർച്ചയായിട്ടും ഫ്രാൻസ് ഭയപ്പെട്ടേ മതിയാവും. ജോസഫ്, ഈ നിക്കോ വില്യംസ് മടങ്ങിയെത്തിയാൽ എങ്ങനെയായിരിക്കും അത്? സാധ്യതയുണ്ടോ ടീമിൽ ആദ്യ ഇലവിൽ തന്നെ അവസരം നൽകാനുള്ള? എങ്ങനെയായിരിക്കും ഒരു ടീം ലൈനപ്പ് ആലോചിക്കേണ്ടത്? തീർച്ചയായും നിക്കോ വില്യംസ് പൂർണ്ണമായും ഫിറ്റ് ആണെങ്കിൽ അലക്സ് ബൈനയുടെ സ്ഥാനം പോകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അലക്സ് ബൈനയാണ് ലെഫ്റ്റ് വിംഗിൽ. നിക്കോ വില്യംസിന് പരിക്ക് പറ്റിയപ്പോഴാണ്, ആദ്യത്തെ മത്സരത്തിൽ പരിക്ക് പറ്റിയതിനു ശേഷമാണ് അലക്സ് ബൈനയ്ക്ക് ആ സ്ഥാനം കിട്ടിയത്. അതൊരു വീക്ക് ലിങ്ക് ആയിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അദ്ദേഹം ഒരു ഗോൾ അടിച്ചിട്ടുണ്ട്, അത് ശരി തന്നെ. പക്ഷേ നിക്കോ വില്യംസിനെ പോലെ ഡയറക്റ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യുന്ന വിങ്ങുകളിൽ കൂടെ ഒരു സ്വതസിദ്ധമായ ശൈലിയിൽ പോകുന്ന ഒരു താരം. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ 2 വിങ്ങുകളിലൂടെ ആക്രമണം വരുവാണെങ്കിൽ ലമീൻ യമാലും കുറച്ചുകൂടെ ഫ്രീ ആവും, അത്രയധികം സമ്മർദ്ദം ഉണ്ടാവില്ല. ആ ഒരു അഡ്വാൻറ്റേജ് കിട്ടും സ്പെയിനിന്. നിക്കോ വില്യംസ് എന്തുമാത്രം ഫിറ്റ് ആണെന്ന് അറിയില്ല. കഴിഞ്ഞ മത്സരം അവസാന മിനിറ്റുകളിൽ വന്നിരുന്നു. എന്നാൽ മിക്കേൽ മെറീനോ ഗോൾ അടിച്ചപ്പോൾ തൊട്ട് പിന്നാലെ നിക്കോ വില്യംസും ഉണ്ടായിരുന്നു. അത് അടിക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു നിരാശ അദ്ദേഹത്തിന് അപ്പോൾ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കിത് ഗോൾ അടിച്ച് തിരിച്ച് സ്റ്റാർട്ടിംഗ് ലെവലിൽ സ്ഥാനം ഉറപ്പിക്കണം എന്നുള്ളൊരു വാശിയും അവിടെ കാണാം. റൈറ്റ്. അപ്പൊ വളരെ പ്രധാനപ്പെട്ടാണ്. അങ്ങനെ സ്പെയിന്റെ ആക്രമണത്തിൽ കൂടുതൽ മൂർച്ച കൈവരും എന്നുള്ളത് സംശയമില്ല നിക്കോ വില്യംസ് മടങ്ങിയെത്തിയാൽ. അവിടെ വയർസബാലാണ് ഏറ്റവും മുന്നിലായി കളിക്കുന്നത്. 10ാമനായി ഡാനി ഓൾമോ തൊട്ടു പിന്നിലുണ്ട്. അപ്പോൾ എബിൻ, ഈ ഓയർസബാൽ ഒരുപക്ഷെ സെമി ഫൈനലിൽ സ്പെയിൻ കളിക്കുമ്പോൾ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ടുള്ള, കുറച്ചുകൂടി ആക്യുറസി ഉള്ള ഒരു സ്ട്രൈക്കർ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് സ്പാനിഷ് പരിശീലകൻ ആഗ്രഹിച്ചാൽ അതിൽ തെറ്റു പറയാൻ കഴിയുമോ? ആക്യുറസി അല്ല, അദ്ദേഹത്തിന്റെ മൊബിലിറ്റി വളരെ മികച്ചതാണ്. സ്പാനിഷ് ഫുട്ബോളിൽ ഫിസിക്കലി അത്രത്തോളം അല്ലാത്ത ടോറസ് ഉണ്ട്, ഫെറാൻ ടോറസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഓയർസബാലിന്റെ ആ ഒരു വേഗതയും ആ ബോൾ സെൻസും വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. സ്വാഭാവികമായിട്ടും നമ്പർ 9 പൊസിഷനിൽ കളിക്കുന്നത് ഇപ്പൊ നമുക്കറിയാം എർലിംഗ് ഹാലൻഡിനെ പോലെയും ഇംഗ്ലണ്ടിലെ ഹാരി കെയ്നെ പോലെയുള്ള സ്ട്രൈക്കറുമാണ്. അപ്പൊ ഫിസിക്കലി ബെറ്റർ ആയ ഒരു കളിക്കാരനെ കൊതിക്കുന്നത് ഒരു കോച്ചിന്റെ, ഏതൊരു കോച്ചിന്റെ എന്നാലും ഏറ്റവും വലിയ, പ്രത്യേകിച്ച് സ്ട്രൈക്കിംഗ് കളിക്കുന്ന ലോൺ സ്ട്രൈക്കറായിട്ട് കളിക്കുമ്പോൾ അത് ഏതൊരു കോച്ചിന്റെ സ്വപ്നം തന്നെയാണ്. പക്ഷെ ഓയർസബാൽ അതിനെയൊക്കെ മികച്ചു വെച്ചുകൊണ്ട് ഈ പറയുന്ന പോലെ ഡ്രിബിളിംഗ് മികവും പൊസഷനും അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ വേഗതയും കൊണ്ട് പലപ്പോഴും അദ്ദേഹം ആ ഒരു എന്താ പറയാ, ആ ഒരു നെഗറ്റീവ്നെസ് അല്ലെങ്കിൽ ഒരു ഡിസഡ്വാൻറ്റേജ് മറികടക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും സ്പെയിനിന്റെ ശൈലി നമുക്കറിയാം, ചെറിയ ചെറിയ പാസുകളിലൂടെ മുന്നേറി വിങ്ങുകളിലൂടെ ക്രോസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഉയരക്കാരനെ സ്ട്രൈക്കർ ഉണ്ടായിരുന്ന കൊള്ളാമെങ്കിൽ പോലും ഓയർസബാലും ഡാനിയൽ ഓൾമോയും അത് മാനേജ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ്. ഒപ്പം തന്നെ ഫെറാൻ ടോറസ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയി വരുന്നുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ അതൊരു വലിയൊരു വിഷയമായിട്ടല്ല. ഒരു ഗെയിം ശൈലി, ഓരോ രാജ്യത്തിനും ഗെയിം ശൈലിയുണ്ട്. ആ ഗെയിം ശൈലിക്ക് അനുസരിച്ചുള്ള കളിക്കാരൻ തന്നെയാണ് ഓയർസബാൽ. റൈറ്റ്. ജോസഫ്, ഈ ഫ്രാൻസിന്റെയും സ്പെയിന്റെയും ആരാധകര്, അവർ ഒരു നല്ലൊരു ആരാധക വൃന്ദമാണ്. നമ്മൾ വർഷങ്ങളായി അവരെ കണ്ടുകൊണ്ടേയിരിക്കുന്നു.
പക്ഷേ ഈ ഇന്ന് ഡാലസിൽ ആ മത്സരം നടക്കുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് അത് ഏതെങ്കിലും തരത്തിൽ ഫ്രാൻസിനോ സ്പെയിനോ ഏതെങ്കിലും ഒരു ടീമിന് അവകാശപ്പെടാനുണ്ടോ? തോന്നുന്നു വിലയിരുത്തലുകളെല്ലാം അത് ഫ്രാൻസിനാണ് അഡ്വാൻറ്റേജ് കൊടുക്കുന്നത്. കാരണം അവരുടെ ആക്രമണം നല്ല വൈവിധ്യമാർന്ന ആക്രമണമാണ്. അവർക്ക് പന്ത് കിട്ടിയാലും സ്പേസ് കിട്ടിയാലും രണ്ടും സൂക്ഷിക്കണം. അതുകൊണ്ട് തന്നെ ഫ്രാൻസിന് പല രീതിയിൽ ആക്രമിക്കാൻ പറ്റും. അത് സെൻട്രൽ ഏരിയാസിൽ കൂടെ ഇനി എംബാപ്പയും ഡെമ്പലയും നേരെ കയറും. അത് മാത്രവുമല്ല വിങ്ങുകളിൽ കൂടെ ആക്രമണം വരാം. ബാർക്കോള അല്ലെങ്കിൽ ഡുവ ആര് സ്റ്റാർട്ട് ചെയ്താലും. അതുപോലെ ഒലിസയുടെ ആക്രമണം. ഒലിസ ഇതുവരെ ഗോൾ അടിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷെ അദ്ദേഹം ബോക്സിലേക്ക് നൽകുന്ന പന്തുകൾ അളന്നു മുറിച്ച ഡിഫൻസിനെയൊക്കെ കീറി മുറിച്ച് നൽകുന്ന പന്തുകളാണ്. അതിലൊരു ഫിനിഷിംഗ് ടച്ച് നൽകേണ്ട കാര്യമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്പൺ പ്ലേയിലും കൗണ്ടർ അറ്റാക്കിലും രണ്ടും ഒരുപോലെ മികച്ചു നിൽക്കുന്ന ഒരു ടീമാണ് ഫ്രാൻസ്. അപ്പം ആകെ മിഡ്ഫീൽഡിലാണ് അവർക്കൊരു വീക്ക്നെസ്. അതാണ് സ്പെയിന്റെ സ്ട്രെങ്തും. അപ്പോൾ പന്ത് കിട്ടിക്കഴിഞ്ഞാൽ അത് ഫ്രാൻസിന് കൊടുക്കാതിരിക്കുക എന്നുള്ളത് എന്തുമാത്രം റോഡ്രിയും കൂട്ടരും വിജയകരമായി നിർവഹിക്കുന്നു അവിടെയാണ് സ്പെയിന് കളി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് ഫ്രാൻസിന് തന്നെയാണ്. എബിൻ, ഇപ്പോൾ ജോസഫ് പറഞ്ഞ പോലെ ആ റോഡ്രിയുടെ ഒരു സാന്നിധ്യം അത് ഗംഭീരമാണ്. അതൊരു വല്ലാത്ത ഒരു മനുഷ്യനാണ്. എനിക്ക് തോന്നുന്നു ഇത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് യൂണിഫോം ജേഴ്സി പോലും ധരിക്കുന്ന ഒരു മനുഷ്യനെ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. എനിക്കൊരു ഇങ്ങനെ കേട്ടിരുന്നു. അതായത് ഈ ടീം ജയിക്കുകയാണെങ്കിൽ ഒരു അവസാന മത്സരത്തിൽ മുഴുവൻ ടീമംഗങ്ങളും റോഡ്രിയെ പോലെ ടക്കിൻ ചെയ്ത് കളിക്കുമെന്നൊക്കെ. അപ്പോൾ എന്താണെങ്കിലും റോഡ്രി ഈസ് ഒരു സ്പെഷ്യൽ മെൻഷൻ അർഹിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ ഈ മിഡ്ഫീൽഡിലെ സുപ്രീമസി അത് സ്പെയിനിന്റെ ഒരു പ്ലസ് പോയിന്റ് അല്ലേ? തീർച്ചയായിട്ടും ഞാൻ കണ്ട സ്പെയിനിന് അഡ്വാൻറ്റേജ് നൽകുന്നത് സെൻട്രലി ആ ഒരു മിഡ്ഫീൽഡ് ഏരിയ തന്നെയാണ്. എസ്പെഷ്യലി ഡിഫൻസീവ് മിഡ്ഫീൽഡ് എന്ന് പറയുന്ന ആധുനിക ഫുട്ബോളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് റോളാണ്. ആ റോള് ഏറ്റവും ഭംഗിയായിട്ട് നിർവഹിക്കുന്ന റോഡ്രി എക്സ്പീരിയൻസ് കൊണ്ടും കളിമികവ് കൊണ്ടും നമ്മുടെ ഇനി അറിയാലോ ബാലൻഡിയറോ അടക്കം വാങ്ങിച്ച ഒരു കളിക്കാരനാണ്. അത് ആ ഒരു അഡ്വാൻറ്റേജ് ആണ് സ്പെയിനിന്. ഇപ്പൊ നമ്മുടെ കണക്കുകളിലും സമീപത്തെ പെർഫോമൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോഴും ഒരു ഫ്രാൻസിന് മേധാവിത്വം ഉണ്ടെങ്കിൽ പോലും ഈ ഒരു മേഖല തീർച്ചയായിട്ടും അതായത് സെക്കൻഡ് ബോൾ വിൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ്. ആ സെക്കൻഡ് ബോൾ വിൻ ചെയ്യുക മാത്രമല്ല ആക്രമണത്തിന് തുടക്കമിടുക പോലെ ആ ഒരു പൊസിഷനിൽ കളിക്കുന്ന പണ്ട് നമ്മള് ബോക്സ് ടു ബോക്സ് അറ്റാക്കേഴ്സ് മിഡ്ഫീൽഡേഴ്സിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ഏറ്റവും അതായത് എതിരാളികളുടെ മുനയടിക്കുന്നതിനോടൊപ്പം ആക്രമണത്തിന് തുടക്കമിടുന്ന റോഡ്രിയെ പോലുള്ള കളിക്കാർ ഇന്നത്തെ ഫുട്ബോളിൽ ആധുനിക ഫുട്ബോളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് പ്ലേയേഴ്സ് ആണ്. ആ ഒരു മേഖലയിലാണ് ഇപ്പൊ റാബിയോട്ടും മാനോക്കോനയും ഒപ്പം തന്നെ ഒലീസയെ പോലെ ഒരു അറ്റാക്കിംഗ് പ്ലെയർ ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു മേഖലയില് ഇദ്ദേഹം ജയിക്കാൻ അതിനുപോലെ തന്നെ ബ്രയൻ റോയ്സ് ഉണ്ട്. അപ്പൊ ഈ ഒരു കളിക്കാര് അവിടെ മേധാവിത്വം ആധിപത്യം സ്ഥാപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫ്രാൻസ് വേർക്കും എന്നുള്ളതിൽ ഏതൊരു സംശയമില്ല. അദ്ദേഹം ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഈ മത്സരത്തിന്റെ ഏറ്റവും ഏറ്റവും എഫക്റ്റീവ് ആയ ഒരു പ്ലെയർ റോഡ്രി ആയിരിക്കും. അത് സ്പെയിനിന് ഏറെ മുന്നോട്ട് പോകാൻ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കും. ഓക്കെ ജോസഫ്, ഞാൻ ജോസഫിലേക്ക് എത്തുമ്പോൾ ഈ ഫ്രാൻസിന്റെ ചില്ലറ പരിക്ക് പ്രശ്നങ്ങൾ അത് ദശാംശ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ മുന്നിലെത്തിയപ്പോഴും അദ്ദേഹം പറഞ്ഞത് ഗുരുതരമല്ല, പക്ഷെ ചെറിയ പുറംവേദന പോലുള്ള അല്ലറ ചില്ലറ പരിക്കുകൾ പലതും അലട്ടുന്നുണ്ട് പലരെയും. അതിൽ ഉപമെക്കാനോ ഉണ്ട്, ഷുവാമിനി ഉണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യം ഒരു നിർണായക നോക്കൌട്ട് മത്സരത്തിൽ, നോക്കൌട്ട് അല്ല ഡു ഓർ ഡൈ സിറ്റുവേഷനിൽ ഫ്രാൻസിന് ഏതെങ്കിലും വിധത്തിൽ അതിനൊരു ബാലൻസിങ് തെറ്റിക്കുമോ? പരിക്കുകൾ പ്രത്യേകിച്ചും ഈ നിസാര പരിക്കുകൾ അത് നിസ്സാരമാണെന്ന് തോന്നി അവരെ കളത്തിൽ ഇറക്കിയാലും പ്രശ്നമാണ്. അത് മുഴുവൻ പൂർത്തിയാക്കാൻ പറ്റിയില്ലെങ്കിൽ, പ്രത്യേകിച്ചും ഇങ്ങനെ നോക്കൌട്ട് മത്സരങ്ങളിൽ സെമി ഫൈനൽ പോലുള്ള മത്സരത്തിൽ എക്സ്ട്രാ ടൈമിലേക്കൊക്കെ പോകുമോ, അപ്പോൾ എത്ര സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിക്കാൻ പറ്റും, അങ്ങനെ ടാക്ടിക്കൽ ആയിട്ടുള്ള ചേഞ്ചുകൾ വരുത്തേണ്ടി വരുമോ, അങ്ങനെയുള്ള ചിന്തകളൊക്കെ വരാം. അപ്പൊ നമ്മൾ ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ ഷുവാമനി ഇതേ പരിക്ക് കാരണം അത്ര ഫിറ്റ് അല്ലായിരുന്നു. അതുകൊണ്ടാണ് മനു കോണയ്ക്ക് തുടർച്ചയായിട്ട് അവസരം നൽകിയത്. ആ അവസരം രണ്ട് കൈ നീട്ടി മനു കോണെ സ്വീകരിച്ചു. അദ്ദേഹം വളരെ ഭംഗിയായിട്ട് തന്നെ കളിച്ചു. റിക്കവർ ചെയ്യുന്നതിലും മികവ് കാണിച്ചു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിലും ഡ്രിബിൾ ചെയ്യുന്നതിലും ഷീൽഡ് ചെയ്യുന്നതിലൊക്കെ നല്ല മികവ് കാണിച്ചു. അപ്പൊ അതുകൊണ്ട് മിഡ്ഫീൽഡിൽ ആ സെൻട്രൽ ഏരിയയിൽ ഡിഫൻസീവ് മിഡ്ഫീൽഡറുടെ റോളിൽ അത്ര കൺസേൺ ഇല്ല. പക്ഷേ എംബാപ്പയ്ക്ക് പകരക്കാരൻ അവിടെ ഇല്ല. നമ്മൾ മറ്റേറ്റയെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞാലും ഒരിക്കലും അവിടെ എംബാപ്പയ്ക്ക് പകരമാവില്ല. അതുപോലെ ഉപമെക്കാനോ ഈ ലോകകപ്പിൽ ഏറ്റവും അധികം ഇന്റർസെപ്ഷൻ നടത്തിയിട്ടുള്ള താരമാണ്. അപ്പോൾ എതിരാളികളുടെ നീക്കം മുൻകൂട്ടി മണത്ത് കണ്ടറിഞ്ഞ് അത് പന്ത് തിരിച്ചെടുക്കുന്ന ഒരു താരമാണ് ഡയോട്ട് മെക്കാനോ. അപ്പോൾ ഉപമെക്കാനോ പോലെ ഡിഫൻസിൽ പൊതുവെ പ്രീമിയർ ലീഗ് കൂടുതൽ കാണുന്ന ആൾക്കാരെ കൊണ്ട് എല്ലാവരും സാലിബ എന്ന് പറയുന്നുണ്ടെങ്കിലും അതിനേക്കാളൊക്കെ ഒരുപടി മേലെയാണ് ഉപമെക്കാനോ. ഉപമെക്കാനോ ഇല്ല എങ്കിൽ അതിന്റെ ക്ഷീണം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഫ്രാൻസിന്റെ ഡിഫൻസിൽ ഇതുവരെ 2 ഗോളേ വഴങ്ങിയിട്ടുള്ളൂ. അതിന്റെ ഒരു പ്രധാന കാരണം ഉപമെക്കാനോയാണ്. അപ്പൊ ഉപമെക്കാനോ അത് മുളയിലേ നുള്ളും എതിരാളികളുടെ നീക്കങ്ങൾ.
സ്പെയിൻ പോലെ പൊസഷൻ വെച്ച് കളിക്കുന്ന ഒരു ടീമിനെ ഇന്റർസെപ്റ്റ് ചെയ്തെടുക്കുന്ന ഒരാളുണ്ടെങ്കിൽ എതിരാളികളുടെ നീക്കം മുൻകൂട്ടി കാണുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഉപമക്കാനോടെ ഫിറ്റ്നസും എംബാപ്പയുടെ ഫിറ്റ്നസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആകെ ഷുവാമിനിക്ക് പകരക്കാരനുണ്ട് എന്ന് കഴിഞ്ഞ മത്സരത്തിൽ തെളിയിച്ചത് കൊണ്ട് അതത്ര കൺസേൺ ആവില്ല. റൈറ്റ്. ഞാൻ എബിനോസിലേക്ക് എത്തുമ്പോൾ അവിടെ ആ ഒരു എന്താ പറയുക എല്ലാവരുടെയും $1 million ക്വസ്റ്റ്യൻ ആണ് ഈ ലാമിൻ യമാൽ വേഴ്സസ് എംബാപ്പെ. അപ്പോൾ അതിൽ എംബാപ്പെ ഇങ്ങനെ തുടരെ ഗോൾ അടിക്കുന്നു. യമാലാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ക്ലാസ് ഇങ്ങനെ ഓരോ ദിവസവും കൂട്ടി തേച്ചുമിനുക്കി കൊണ്ടുവരികയാണ് ലോകകപ്പ് വേദിയിൽ. അപ്പോൾ ഗോൾ സ്കോറിംഗ് ചാൻസസ് കൂടുതൽ സാധ്യത ആർക്കാണ്? സ്വാഭാവികമായിട്ടും എംബാപ്പെ എന്ന് പറയും, എങ്കിൽ പോലും ഞാൻ ചോദിക്കുന്നത് ലെമിൻ യമാലിൻ്റെ ഒരു ഗോൾ സ്കോറിംഗ് സാധ്യത ഇല്ലേ എന്ന്. തീർച്ചയായിട്ടും ഇന്നത്തെ മത്സരത്തിൽ ഏറ്റവും നിർണായകം എന്ന് പറയുന്നത് ലമീൻ യമാലിന്റെ ഒരു പെർഫോമൻസ് തന്നെയാണ്. നമുക്ക് എംബാപ്പെ അറിയാലോ, ഓൾറെഡി അദ്ദേഹം ഗോൾ സ്കോർ ചെയ്ത് അദ്ദേഹത്തിന്റെ ആ ഒരു കഴിവ് തെളിയിച്ചു കഴിഞ്ഞു. പക്ഷെ നമ്മുടെ ഗോൾ കീപ്പർ, സ്പെയിന്റെ ഗോൾ കീപ്പർ മറ്റുള്ള ഗോൾ കീപ്പർമാരെ പോലെ പെട്ടെന്ന് കീഴടങ്ങുമെന്ന് തോന്നുന്നില്ല. ഒപ്പം തന്നെ ഡിഫൻസും, ഞാൻ നേരത്തെ പറഞ്ഞ റോഡ്രി അടക്കമുള്ള ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സും എംബാപ്പയ്ക്ക് അത്രത്തോളം ഓപ്പർച്യൂണിറ്റി കൊടുക്കുമെന്നും നമ്മൾ കണ്ടറിയേണ്ടിരിക്കും. മറുവശത്ത് ലമീൻ യമാൽ ഒരു നാച്ചുറൽ സ്കിൽഫുൾ പ്ലെയർ ആണ്. അദ്ദേഹത്തിന്റെ നമ്മൾ പറയുന്ന മറ്റൊരു മെസ്സി തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി വേഗമുള്ള മെസ്സി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അദ്ദേഹത്തിന് ആ ഒരു എക്സ്പീരിയൻസിന്റെ കുറവ് കൊണ്ടോ സമ്മർദ്ദം കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ആദ്യ മത്സരങ്ങളിൽ അദ്ദേഹത്തിന് ഇഞ്ചുറി കൊണ്ട് പൂർണ്ണമായിട്ട് അദ്ദേഹത്തിന്റെ പെർഫോമൻസിൽ എത്താൻ സാധിച്ചില്ല. പക്ഷെ കഴിഞ്ഞ മത്സരത്തില് അദ്ദേഹത്തിന്റെ ട്രിബിളിംഗ് മികവ്, അദ്ദേഹം ഒരുപാട് ബോൾ മിസ്സാക്കിയെങ്കിലും അദ്ദേഹത്തിന്റെ ആ ഒരു ഏറ്റവും കൂടുതൽ ബോൾ ടച്ച് ചെയ്യുന്ന ഒരു കളിക്കാരനാണ്. ആ ഒരു ട്രിബിളിംഗ് മികവ് അയാൾ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്, പ്രത്യേകിച്ച് രണ്ടുപേരും ഒരേ സൈഡിലെ വിങ്ങിൽ കളിക്കുകയാണെങ്കിൽ അതൊരു എംബാപ്പെ ലമീൻ യമാൽ പോരാട്ടമായി മാറാനുള്ള വളരെയധികം സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലമീൻ യമാലെ പോലെ ഒരു കളിക്കാരൻ ഗോൾ സ്കോർ ചെയ്യാൻ എപ്പോഴും ആഗ്രഹിക്കുന്നതാണ്. അത് ചിലപ്പോൾ ഈ മത്സരത്തിലാണെങ്കിൽ ഫ്രാൻസിനെ ഏറെ ബുദ്ധിമുട്ടേണ്ടി വരും. ജോസഫെ, ഈ മൈഗ്നൻ എന്ന ആ ഫ്രഞ്ച് ഗോൾ കീപ്പറെ കൂടി എന്ന് പറഞ്ഞ് നമുക്ക് ഇവിടെ പൂർത്തിയാക്കാമെന്ന് തോന്നുന്നു. കാരണം ഉനൈ സിമോൺ ആണ് മറുവശത്ത്. അയാളുടെ ഒരു പ്രകടനം അത് ശ്രദ്ധേയമാണ്. മൈഗ്നനും മോശമല്ല എങ്കിൽ പോലും. മൈനോന്റെ ഒരു പ്രത്യേകത, അദ്ദേഹം നന്നായിട്ട് കാലുകൊണ്ട് പന്ത് കളിക്കും. നമ്മള് കളി തുടങ്ങേണ്ടത് പൊസഷൻ വെച്ച് കളിക്കേണ്ടത് പുറകിൽ നിന്നാണെന്ന് പറയുന്ന, ഗോൾ കീപ്പറിൽ നിന്നാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് നല്ലൊരു ഉദാഹരണമാണ് ഫ്രാൻസ് ടീം. നമുക്കറിയാം കുറെ കാലം അവരുടെ നായകനും ക്യാപ്റ്റനുമായിരുന്ന ഗോൾ കീപ്പറുമായിരുന്ന ഹ്യൂഗോ ലോറിസ് അതിൽ വിദഗ്ധനായിരുന്നു. അപ്പൊ ഹ്യൂഗോ ലോറിസിന് പറ്റിയ ഒരു പിൻഗാമിയാണ് മൈനോൺ. അദ്ദേഹത്തിന്റെ അണ്ടർസ്റ്റഡി ആയിട്ട് കുറെ കാലം ഫ്രാൻസ് ടീമിൽ ഒരു അവസരം കിട്ടാൻ വേണ്ടി കാത്തിരുന്ന് അദ്ദേഹം വിരമിച്ചതിന് ശേഷമാണ് മൈനോൺ നമ്പർ 1 ആയത്. അപ്പോൾ അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ലോകകപ്പിൽ നോക്കുകയാണെങ്കിൽ ചില അവസരങ്ങളിൽ എത്ര കാമായിട്ടാണ് പുള്ളി ബോക്സിന് പുറത്ത് വന്ന് പന്ത് റിസീവ് ചെയ്ത് കളിച്ചു പോകുന്നത്. അത് മിക്കപ്പോഴും എതിരാളികളുടെ ആക്രമണമൊക്കെ ഇന്റർസെപ്റ്റ് ചെയ്തിട്ടാണ് ഇത് ഒന്നും സംഭവിക്കാത്ത രീതിയിൽ പന്തെടുത്ത് കളിച്ചു പോകുന്നത്. അപ്പൊ അതൊരു കോൺഫിഡൻസ് ഡിഫൻസിന് മൊത്തം നൽകും. അത് തന്നെ ഹൈലൈൻ കളിക്കാൻ കുറച്ചുകൂടെ പ്രേരിപ്പിക്കുകയും ചെയ്യും. പ്രത്യേകിച്ചും പൊസഷൻ കളിക്കുന്ന സ്പെയിനെ എത്ര ചുരുക്കാമോ, അവർക്കുള്ള സ്പേസ് എന്തുമാത്രം നിഷേധിക്കാമോ അത്രയും അഡ്വാൻറ്റേജ് ആയിരിക്കും ഫ്രാൻസിന്. അപ്പൊ അതുകൊണ്ട് ഹൈലൈൻ കളിക്കാനായിട്ട് അത് പ്രേരിപ്പിക്കും. അവിടെയാണ് ഒരുപക്ഷെ ലമീൻ യമാലിനൊക്കെ അത്ര സ്പേസ് കിട്ടാൻ സാധ്യത ഡിഫൻസിന്റെ പുറകിൽ. അങ്ങനെ വരുമ്പോൾ മൈനോൺ ചാടി വീഴാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഗോൾ കീപ്പർ ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഉനായ് സിമോനെ ശരിക്കും പരീക്ഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഇതുവരെ 10 ഷോട്ട് മാത്രമേ അദ്ദേഹത്തിന് സേവ് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. അതിൽ 4 മാത്രമേ പെനാൽറ്റി ബോക്സിന്റെ ഉള്ളിൽ നിന്നും പോയിന്റ് ബ്ലാങ്ക് റേഞ്ചിൽ നിന്നും വന്നിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ മൈനോൺ കുറച്ചുകൂടെ ഒക്കെ പരീക്ഷണം നേരിട്ടൊരു ഗോൾ കീപ്പറാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്രകടനം ഒരുപക്ഷെ ഇന്നായിരിക്കും അദ്ദേഹം ശരിക്കും ലോകത്തിന് കാണിക്കാൻ പോകുന്നത്, ഞാൻ ഈ സ്റ്റേജിൽ ബിലോങ് ചെയ്യുന്നു, നിങ്ങൾ എന്നെ എഴുതി തള്ളണ്ടാന്ന്. ഓക്കെ, റൈറ്റ്. എന്നാലും എബിൻ, ഒറ്റൊരു കാര്യം, കഴിഞ്ഞ ലാസ്റ്റ് നമ്മൾ ഇരുന്നപ്പോൾ പ്രഡിക്ഷൻ ചോദിച്ചു, വളരെ കറക്റ്റായിട്ട് പ്രഡിക്റ്റ് ചെയ്ത് സ്കോർ കാർഡ് 2-1 കൃത്യമായി പറഞ്ഞു എബിൻ. എന്താണ് എബിൻ്റെ ഇന്നത്തെ ഒരു സ്കോർ കാർഡ് പ്രഡിക്ഷൻ? നമുക്ക് നോക്കാം ഇന്നുകൂടെ ശരിയാവുമെന്ന്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പലപ്പോഴും മുംബൈയും പ്രെഡിക്റ്റ് ചെയ്ത് ഏകദേശം സക്സസ്ഫുൾ ആയിട്ടുണ്ട്. നമുക്ക് മനസ്സിന് പൂർണ്ണ ബോധ്യം ഉണ്ടാവണം ആ മത്സരത്തിന് ഇന്ന റിസൾട്ട് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രഡിക്ഷൻ, പ്രത്യേകിച്ച് ഞാൻ ഈ വേൾഡ് കപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഫ്രാൻസ് സ്പെയിൻ ഫൈനൽ പ്രവചിച്ച ഒരാളാണ്. പക്ഷെ അൺലക്ലി അവർ രണ്ടുപേരും ഒരേ സൈഡിലുള്ള ഒരു മേഖലയിലാണ് പൂളിൽ പെട്ടത് കൊണ്ട് മാത്രം അവര് സെമി ഫൈനലിൽ കളിക്കേണ്ടി വന്ന ഒരു ടീമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാനൊരു അഡ്വാൻറ്റേജ് ഫ്രാൻസിന് നൽകുന്നുണ്ടെങ്കിൽ പോലും സ്പെയിനിന്റെ പോരാട്ട വീര്യത്തെ നമ്മൾ എഴുതിത്തള്ളാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒരു പ്രവചനത്തിന് ഞാനിവിടെ ഒരുക്കമല്ല.
ഓക്കെ, കുഴപ്പമില്ല. കാരണം ഒപ്പത്തിനൊപ്പമുള്ള പോരാട്ടമാണ് സ്പെയിനും ഫ്രാൻസും. താങ്ക് യു സോ മച്ച് ജോസഫ് ജോർജ് ആൻഡ് എബിൻ റോസ് ഫോർ ജോയിനിങ്. ഫുട്ബോളും രണ്ടുപേരും സൂചിപ്പിച്ച പോലെ ഇതൊരു തീപാറും പോരാട്ടമാണ്. ഫൈനലിന് മുമ്പുള്ള ഒരു ഫൈനലായിരിക്കും എന്നുള്ളതിൽ സംശയമില്ല. അത്രമാത്രം ഗംഭീരമായിട്ടുള്ള ഒരു പോരാട്ടത്തിനാണ് ഇന്ന് ഡാളസ് വേദിയാകാൻ പോകുന്നത്. കാത്തിരിക്കാം 12:30 വരെ ലോകകപ്പ് വേദിയിൽ ഫ്രാൻസും സ്പെയിനും ഏറ്റുമുട്ടുന്നത് കാണാനായി. താങ്ക് യു വൺസ് അഗെയിൻ എബിൻ റോസ് ആൻഡ് ജോസഫ് ജോർജ്. ലോകകപ്പിന്റെ സെമി ഫൈനൽ മത്സരങ്ങൾ മുതൽ ഫൈനൽ വരെ ഉപയോഗിക്കുന്നത് ട്രയോണ്ട. നമുക്കറിയാം അഡിഡാസിന് ട്രയോണ്ട പന്താണ് ഇതുവരെ കഴിഞ്ഞ ലോകകപ്പുകളെ പോലെ തന്നെ മറ്റൊരു പന്താണ് ഇത്തവണ എത്തുന്നത്. എൻ്റെ പേര് ട്രയോണ്ട ഫൈനൽ എന്നാണ് നിർമ്മാതാക്കൾ ആ പന്തിന് പേരിട്ടിരിക്കുന്നത്. അങ്ങനെയാണ് ലോകകിരീടത്തിൻ്റെ നിറമുള്ള പന്ത് കാണാൻ തന്നെ അഴകാണ്. സ്വർണ്ണ നിറത്തിലുള്ള പന്തുമായിട്ടായിരിക്കും ഇന്ന് താരങ്ങൾ കളിക്കാനിറങ്ങുക. ഇരുപത്തിമൂന്നാം ലോകകപ്പിന്റെ വിശ്വകിരീടത്തിലേക്ക് ഇനി 2 മത്സരങ്ങളുടെ ദൂരം മാത്രം. അവസാന മത്സരങ്ങൾക്ക് കുറച്ചുകൂടി ആവേശം പകരാൻ വേണ്ടിയാണ് ഫിഫയും അഡിഡാസും പുതിയ മാച്ച് ബോൾ അവതരിപ്പിച്ചത്. ഈ ലോകകപ്പിലെ ഔദ്യോഗിക ബോളായ ട്രയോണ്ടയിൽ വിശ്വകിരീടത്തിന്റെ സ്വർണ്ണ നിറം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പുതിയ ബോളിന്റെ ഡിസൈൻ. ലോകകപ്പിന് വേദിയായ 16 നഗരങ്ങളുടെയും പേരുകൾ ബോളിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ സെമി മുതൽ ഫൈനൽ വരെയുള്ള അവസാന 4 മത്സരങ്ങൾ നടക്കുന്ന ഡാളസ്, അറ്റ്ലാന്റ, മിയാമി, ന്യൂയോർക്ക്, ന്യൂജേഴ്സി നഗരങ്ങളുടെ പേരുകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നു. 2006 ജർമ്മനി ലോകകപ്പ് മുതലാണ് സെമി ഫൈനലിനും ഫൈനലിനും പ്രത്യേകം പന്ത് തയ്യാറാക്കാൻ തുടങ്ങിയത്. അഡിഡാസിന്റെ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയുമായാണ് ട്രയോണ്ട ഫൈനൽ വരുന്നത്. പന്തുമായി പരിചിതമാകാൻ വേണ്ടി പ്രാക്ടീസ് സെഷനുകളിൽ പുതിയ പന്താണ് 4 സെമി ഫൈനലിസ്റ്റുകളും ഉപയോഗിക്കുന്നത്. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. ലോകകപ്പ് പോലുള്ള വിശ്വവേദികൾ, വിശ്വ ടൂർണമെന്റുകൾ നടക്കുന്ന സമയത്ത് ഒരുപാട് ജേഴ്സികൾ വിറ്റഴിക്കപ്പെടും. ടൂർണമെന്റ് കഴിയുമ്പോൾ അത് മിക്കവാറും ഉപയോഗശൂന്യമായി മാറുകയും ചെയ്യും. അത് പോകുന്ന നേരെ മാലിന്യ കൂമ്പാരത്തിലേക്കാണ്. ഈ വസ്ത്രമാലിന്യം അതൊരു വല്ലാത്ത പ്രശ്നമാണ്. അതൊരു പരിഹാരവുമായി തിരിക്കുകയാണ് നോർത്ത് മാസിഡോണിയയിലെ ഒരു കൊച്ചു ഫാക്ടറി. പഴയ ജേഴ്സികൾ, സ്പോർട്സ് വസ്ത്രങ്ങൾ ഇവയൊക്കെ ഉപയോഗിച്ച് മനോഹരമായിട്ടുള്ള ബാഗുകൾ, തൊപ്പികളൊക്കെ നിർമ്മിച്ചാണ് ഈ ഡെപ്പാക്കോൺ എന്ന ഈ കമ്പനി ഇതിനൊരു പരിഹാരം കാണുന്നത്. നോർത്ത് മെസിഡോണിയയിലെ സ്റ്റിപ്പ് നഗരത്തിലാണ് ഡെപ്പാക്കോൺ എന്ന ഈ മാതൃകാ കമ്പനി. സ്പോൺസർമാർ മാറുമ്പോഴോ പുതിയ കിറ്റുകൾ വരുമ്പോഴോ ക്ലബ്ബുകളും ദേശീയ ടീമുകളും ഉപേക്ഷിക്കുന്ന ജേഴ്സികളാണ് ഇവിടെ പുതിയ ഉൽപ്പന്നങ്ങളായി മാറുന്നത്. ഡച്ച് കമ്പനി FC 8080 സഹകരിച്ചാണ് വസ്ത്രങ്ങൾ ഇവർ ശേഖരിക്കുന്നത്. ഒരു ലോകകപ്പ് കഴിയുമ്പോൾ ഏകദേശം 2 കോടിയോളം ജേഴ്സികളും വസ്ത്രങ്ങളുമാണ് മാലിന്യമായി മാറുന്നതെന്ന് കമ്പനി ഉടമ ഡെയാൻ പാവിക് പറയുന്നു. ഈ കണക്ക് അറിയുമ്പോൾ മാത്രമാണ് ജനങ്ങൾ അതിന്റെ വ്യാപ്തി മനസ്സിലാക്കുന്നത്. ഇതിനൊരു പരിഹാരത്തിനാണ് തങ്ങളുടെ ശ്രമമെന്നും ഡെയാൻ പാവിക്. Ако ми обясниш да поstoji 20 милион комада текстил što stane ta цяло светско prvenstvo, tek onda shvataju ljudi koliko je ovaj ozbiljan problem što ima i da nudim mi neko rešenje za to. I mislim da su oni to dobro prihvatili do sada. ഈ ലോകകപ്പിലെ ജേഴ്സികൾ ഇതിനോടകം ശേഖരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സ്പോൺസർഷിപ്പ് മാറുമ്പോൾ ഒഴിവാക്കേണ്ടി വരുന്ന വസ്ത്രങ്ങളാണ് ഇവർ ശേഖരിച്ച് പുനർനിർമ്മിക്കുന്നത്. സ്പോൺസർമാരോ കിറ്റ് വിതരണക്കാരോ മാറുമ്പോൾ നിലവിലുള്ള വസ്ത്രങ്ങൾ നശിപ്പിച്ചു കളയുകയാണ് പതിവ്. അതിനു പകരം അവ ശേഖരിച്ച് പുതിയ ഉൽപ്പന്നങ്ങളാക്കി മാറ്റി 2ാം ജന്മം നൽകാനാണ് ഈ സ്ഥാപനത്തിന്റെ ശ്രമം. പ്രതിമാസം 3000-ലധികം ഉൽപ്പന്നങ്ങളാണ് ഈ ഫാക്ടറിയിൽ നിർമ്മിക്കുന്നത്. Oni više sad nose na van svetsko, a mi već pravimo kolekcije od te dresovi, da se spremamo, da kažemo, za posle svetsko prvenstvo. Ta roba će se slobodno da možemo i da im pokažemo što može da se napravi ta roba već, kao unapred. Umjesto da se kupi se stari dresovi, koristimo novi. ഇത്തരമൊരു വേറിട്ട സംരംഭത്തിൽ അഭിമാനമുണ്ടെന്നും മാസിഡോണിയയിൽ ഇതുപോലെ മറ്റൊരു കമ്പനി ഇല്ല എന്നും ജീവനക്കാരിയായ വയലറ്റ ജോസ്നോവ്സ്ക. Гледаме нормално дека сме горди, пошто сме единствени што го произведуваме во. Тука мислам јас не сум видела и други у Македонија да го произведуват. Мислам дека сме единствени и први. ഇതൊരു മാതൃകയാണ്. മാലിന്യമായി മാറാതെ പരിസ്ഥിതിക്കിണങ്ങും വിധത്തിൽ ജേഴ്സികൾക്ക് പുനർജന്മം നൽകുന്നു. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. അപ്പോൾ അവസാന പോരാട്ടങ്ങളിലേക്ക് എത്തുന്നു. സെമിഫൈനൽ 1 ഫ്രാൻസ് വേഴ്സസ് സ്പെയിൻ രാത്രി 12:30 ഡാലസിൽ. നമസ്കാരം. ഫുട്ബോൾ പൂർണ്ണമാകുന്നു. വീണ്ടും നാളെ. നമസ്കാരം.